Hey, it's me, Speed Drive. We are in Kochi, in Chelanallur. We are going to introduce the commercial vehicles of Tata Motors. Hey guys, നമ്മുടെ ഷോറൂമിലുള്ള എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഷോറൂമിലുള്ള 7 type of vehicles are here. ഓരോ വെഹിക്കിൾസും ഓരോ രീതിയിലാണ്. വി ഹാവ് CNG, പെട്രോൾ ആൻഡ് ഫർദർ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് ഇവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട്. സോ ഹായ്, എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ അബ്രിഗോ മോട്ടോഴ്സിലെ ആളാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A to Z റേഞ്ച് ഓഫ് വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. സാധാരണ മറ്റുള്ള OEMs നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വണ്ടികൾ കാറ്റഗറി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മിഡിൽ വേരിയൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ ട്രക്കുകൾ അല്ലെങ്കിൽ ബസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഫ്രം 600 kg to 48 ടണ്ണർ വരെയുള്ള ട്രക്കുകളുണ്ട്. അതുപോലെ പാസഞ്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പാസഞ്ചറിൽ 10 സീറ്റ് മുതൽ നമുക്ക് 68 സീറ്റ് വരെയുള്ള ഫുള്ളി ബിൽറ്റ് ആൻഡ് ചേസീസ് ആയിട്ടുള്ള പാസഞ്ചർ ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതെ അതെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ R&D പാസഞ്ചർ കാർസിലൊക്കെ വന്ന പോലെ തന്നെ ഒരുപാട് അപ്പ് ഫ്രണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പ്രത്യേകിച്ച് BS6 ഫേസ് 2 വന്നപ്പോൾ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ് നമ്മുടെ മൊത്തം റേഞ്ചിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വെഹിക്കിൾ ഈസ് എയ്സ് പ്രോ EV. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന്. നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ റേഞ്ചിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രക്കിൽ അല്ലെങ്കിൽ ഗുഡ്സ് വണ്ടിയിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് എയ്സ് പ്രോ എന്ന് പറയുന്നത് വേരിയൻറ്റ്. ഇതിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് EV വണ്ടിയാണ്. EV ആണല്ലോ. ഓക്കെ ഓക്കെ, EV ആണ്. ഓ ഇത് EV കൂടാതെ പെട്രോൾ, CNG, അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന് മൈലേജ് എത്ര കിട്ടും? എത്ര ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ നമുക്ക്? ഓൾമോസ്റ്റ് 150 above കിലോമീറ്റേഴ്സ് ഡിപെൻഡ്സ് നമ്മുടെ ലോഡ്. നമുക്ക് എത്ര ലോഡും കയറ്റാൻ പറ്റും? വണ്ടിയിൽ എത്ര ലോഡ്? 600 കിലോഗ്രാം ആണ് കമ്പനി പറയുന്നത്. പക്ഷേ നമുക്കൊരു ഡിപെൻഡ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ വേരി ചെയ്യാൻ പറ്റും. നമുക്ക് ഹാലോജൻ നമുക്ക് കിട്ടില്ല. ലൈറ്റ്സ് ഹാലോജൻ ആക്ച്വലി ഹാലോജൻ ഉപയോഗിക്കാൻ പാടില്ല, ലീഗലാണല്ലോ. നോർമൽ ലൈറ്റ്സ് ആണ്. ഡിസ്പ്ലേയിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ നമുക്കിപ്പോൾ? അത് സാധാ ഇതൊരു കൊമേഴ്ഷ്യൽ ഗുഡ്സ് വണ്ടി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ലോഡാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാസഞ്ചർ കാർസിൻ്റെ അതുപോലുള്ള ഫീച്ചേഴ്സ് ഒന്നും കൊമേഴ്ഷ്യൽ ഉണ്ടാവില്ല. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊരു ടാറ്റയുടെ ഏറ്റവും ചെറിയൊരു വാഹനമാണെങ്കിൽ കൂടി ഇതിനകത്തൊരു ഇമ്പാക്ട് ബീം, ഇതിൻ്റെ ഇന്റീരിയർ എല്ലാം ആ ഒരു സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം എപ്പോഴും ടാറ്റ മോട്ടോഴ്സ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരു ഇമ്പാക്ട് ബീം ഒക്കെ ഉണ്ട്. ഇൻ കേസ് ഓഫ് എ കൊളീഷൻ എപ്പോഴും നമുക്ക് ഡ്രൈവർക്ക് ഒരു സേഫ്റ്റി ഉണ്ടാവും. I think ഈ വർഷത്തിൽ ഒരുപാട് ചേഞ്ചസ് ടാറ്റാസ് വരുത്തിയിട്ടുണ്ട്. ഗായ്സ്, ഞാൻ അവിടെ വന്നപ്പോഴാണ് കണ്ടത് ഒരു വലിയൊരു പിക്കപ്പ് ട്രക്ക്. ഞാൻ അത് വിചാരിച്ചില്ല, ഇത് എത്ര വലുതാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ലൈക്ക് ലോട്ട് ഓഫ് സ്പേസസ്. ഐ തിങ്ക് 900 kg വരെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് 1000 അടുത്ത് വരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ പിക്കപ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടൻ ചോദിച്ചു നോക്കിയേക്കാം. ഹായ്, ഇത് ഒരു ന്യൂജൻ പുതിയ AC ക്യാബിനൊക്കെ കൊടുത്ത് പവർ സ്റ്റിയറിംഗ് ഉള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലാണ്. ഇൻട്ര എന്ന് പറയുന്ന സീരീസ് ആണ്. ഇൻട്ര സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് V10 ഇൻട്ര V10 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ദെൻ V20 ഉണ്ട്. V20 എന്ന് പറയുന്നത് CNG അല്ലെങ്കിൽ ബൈഫ്യൂൽ ഓപ്ഷൻ ആണ്. പിന്നെ V30 ഉണ്ട്. അതാണ് ഇതാണ്. അതെ, V30 എന്ന് പറയുന്നത് ഡീസലാണ്. പിന്നെ V50 ഉണ്ട്, V70 ഉണ്ട്. അങ്ങനെ 5 വേരിയന്റിൽ 5 ടൈപ്പിലാണ്. ഈ 2 കളർ മാത്രമേ ഉള്ളൂ വേരിയന്റ്? അതോ ഇനി വേറെ 2 കളർ? അല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പൊ റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു. നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം ഈ എയ്സ് പ്രോവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് നമ്മുടെ കണ്ടംപററി എയ്സ്, അതായത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ഇന്റീരിയർ ആണ്. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ സ്പേസ് കിട്ടും, നമുക്ക് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഒരു കൊളീഷനൊക്കെ ഉണ്ടായാലും ഇതിന്റെ ഒരു ക്യാബിൻ അത്ര സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ വണ്ടികൾ റോട്ടിൽ ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികൾ ശ്രദ്ധിച്ചാലും അറിയാം, ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ടൈപ്പ് വണ്ടി ഓടിച്ചാൽ നമുക്ക് ഈ വിൻഷീൽഡ് പൊട്ടുന്നല്ലാതെ ഒരിക്കലും ക്യാബിൻ ചുളുങ്ങി പോകും, അങ്ങനത്തെ ഒരു ഈ കാറ്റഗറിയിലുള്ള മറ്റു വണ്ടികളുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്, സേഫ്റ്റിയാണ്. എയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ 4 ഗിയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വരുന്ന എയ്സ് 5 ഗിയേഴ്സ് ആണ്. പ്ലസ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു BS6 സാധാരണ എല്ലാ വണ്ടികളും AdBlue ടെക്നോളജിയിൽ വന്നപ്പോൾ എയ്സ് അവിടെയും AdBlue ഇല്ലാത്ത LND എന്ന് പറഞ്ഞ ടെക്നോളജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നോർമൽ ഡീസൽ ആണെങ്കിൽ ഡീസൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇൻട്ര മീൻസ് വലിയ വണ്ടിയാണ്, പക്ഷേ ഡീറ്റെയിൽസ് ഒരുപാട് വേണം, എല്ലാവരും വാങ്ങണം എന്ന് എൻ്റെ താല്പര്യം. ഫർദർ ഡീറ്റെയിൽസിൻ്റെ ഉള്ളിലത്തെ കുറിച്ചിട്ട് ചേട്ടൻ പറഞ്ഞുതരും. ഇത് ടാറ്റ ഇൻട്ര V30 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പവർ സ്റ്റിയറിംഗ് വിത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതായത് നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് സാധാരണ പിക്കപ്പിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ 2 ടണ്ണോ 3 ടണ്ണോ ലോഡ് വെച്ചിട്ടാണെങ്കിൽ കൂടി നമുക്ക് കാറ് ഡ്രൈവ് ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഇൻറ്റീരിയേഴ്സ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റീരിയോ ഉള്ള വേരിയൻസ് ഉണ്ട്. എല്ലാം നോക്കിയാൽ ഒരു കാർ ലൈക്ക് ഇൻറ്റീരിയർ ആണ്. സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് വളരെ സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ബാക്കിൽ 2 ടണ്ണാണോ 3 ടൺ ലോഡാണോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ലേഡീസിന് പോലും ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ സ്മൂത്ത് ഡ്രൈവിംഗ്. കാരണം സാധാരണ ഈ കാറ്റഗറി വരുമ്പോൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ഇത് EPS ആണ്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. നമ്മുടെ അതിലത്തെ ഗിയർ സിസ്റ്റം ഒരുപാട് വ്യത്യാസമാണ്. അത് ഇവിടെ ആയിട്ട് വരുന്നത് മറ്റേത് ഗിയർ പൊസിഷനിങ് ഡാഷ്ബോർഡ് മൗണ്ടഡ് എന്നാ പറയുന്നത്. വ്യത്യാസമുണ്ട്. കേബിൾ ടൈപ്പ് ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത്. സ്മൂത്ത് ആണ് മറ്റേതിന്. അതെ അതെ. ഓക്കെ ഓക്കെ. ഒരുപാട് സ്പേസ് മറ്റേ സ്പേഷ്യസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ക്യാബിനും കുറച്ച് സ്പേഷ്യസ് ആണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ AC, ഇത് AC നോൺ AC വേരിയന്റ് ആണ്. AC വേരിയന്റിൽ ഇവിടെ AC ബ്ലോവർ വരും. സ്റ്റീരിയോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓ ശരി, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. സ്പേസ് ഒരുപാടുണ്ടല്ലോ ഇവിടെ എല്ലാവരും സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഗ്ലോ ബോക്സസ് ആണ്. ഓക്കെ 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 ഓക്കെ. Hope you guys all enjoy it. Stay tuned next time.